സീത, ഒരു കാര്യം ചെയ്യും, നമ്പറിലേക്ക് ഒരു കോൾ ചെയ്തേ. ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ മുമ്പേ വന്ന് സംസാരിക്കാൻ പറ. റാം വേണ്ട. അതെന്താ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ, പിന്നെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ ലൈഫിനെ കുറിച്ച് അറിയാവുന്ന ആരോ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതാരാന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. നീ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. റാം വിളിക്കേ, സ്പീക്കർ ഓൺ ചെയ്. ഹലോ, ആരാ നിങ്ങള്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറ. ഇങ്ങനെ മറഞ്ഞു നിന്ന് സംസാരിക്കാതെ നേരിട്ട് വന്ന് സംസാരിക്കാം. റാം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തോ മെസ്സേജ് ഒന്നും നോക്കി. ഐ ലൈക്ക് ഇറ്റ് സീത. വൈകിട്ട് നിന്റെ വീടിന്റെ അടുത്തുള്ള പാർക്കില് 5 മണിക്ക് നമുക്ക് കാണാം. എന്താ ചെയ്യുന്ന എന്റെ സിഹിമോള്? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ കുറച്ചു നേരം ഫ്രീ ആയിട്ടിരിക്കട്ടെ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആണോ? ശരി മോളെ, എന്നാ ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ശരിക്കും ഇരുന്ന് ആലോചിച്ചു. ഇത് കണ്ടോ ശാന്തേച്ചി, കൊച്ചുകുട്ടിയാണെങ്കിലും സീതയ്ക്ക് ഞാനും അച്ഛനും ഉമ്മയെന്ന പോലെ സീതയുടെ കല്യാണത്തെക്കുറിച്ച് ഞാനും ആലോചിക്കണമെന്ന പോലെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേന്നേ, പാവം, അവളുടെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ അവളാ. അതും സത്യ ചേച്ചി, മിടുക്കി കുട്ടിയെ ഇവള്. ഇത്ര ചെറിയ പ്രായത്തിലെ എന്തൊരു പക്വതയാ. പാവം കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ കല്യാണം എന്ന് പറഞ്ഞാ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ നമ്മുടെ സിഹി വളരെ ചെറിയ കുട്ടിയാ. അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് പറയുന്നത് എളുപ്പമല്ലേ അല്ല. അവൾ എടുക്കാൻ പോകുന്ന തീരുമാന സീതയുടെ ജീവിതം തീരുമാനിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട് വളരെ നല്ലവനാ. സീതമ്മേനെ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഫ്രണ്ട് സീതമ്മയെ കല്യാണം കഴിച്ച ബെല്ലി, നീ തന്നെ പറ, എന്റെ ഫ്രണ്ടിനെ കണ്ണടച്ച് ആർക്ക് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമോ? സത്യമാണോ? എന്റെ ഫ്രണ്ടിനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ നിനക്ക് ഓക്കെ ആണോ? നോട്ട് ഓക്കെ എന്നോ? അപ്പൊ ആരാ എന്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കണ്ടേ? ബെല്ലി, എന്തിനാ എല്ലാരും കല്യാണം കഴിക്കുന്നേ? നിനക്കെന്തെങ്കിലും അറിയോ? നിനക്കും ആൻസർ അറിയില്ലേ? എനിക്കും അറിയില്ല. ആ ബെല്ലി, ഒരു കാര്യം ചെയ്യേ, നീ ആലോചിച്ചിട്ട് ആൻസർ പറ. നേരെ വിളക്കുന്ന വരെ നിനക്ക് സമയമുണ്ട്. ഓക്കെ അല്ലേ? പേടിക്കണ്ട സീത. നല്ല ഉദ്ദേശത്തോടെ കോണ്ടാക്ട് ചെയ്യുന്നവരെ ആദ്യം അവരെ പരിചയപ്പെടുത്തിയിട്ടേ കാര്യം പറയുള്ളൂ. ഇങ്ങനെ വൃത്തിയായിട്ട് മെസ്സേജ് ഒന്നും അയക്കില്ല, ത്രട്ടനും ചെയ്യില്ല. വൈകിട്ട് പാർക്കിലേക്ക് ഞാൻ വരാം. അതാരാണെന്ന് ഞാൻ നോക്കട്ടെ. റാം, നീയോ? നീ എന്നെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ മുതൽ നിന്റെ എന്റെ ലൈഫ് ഒന്നാണ്.
ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാനും വരും നിന്റെ കൂടെ. താങ്ക് യു റാം. ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് നിന്നെ എനിക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല റാം. എനിക്കാണെങ്കിൽ ഈ കാര്യം ആരോടും പറയാനും കഴിയില്ല. സിഹിയോട് പറയാൻ കഴിയില്ല, വേറെ ആരോടും ഡിസ്കസ് ചെയ്യാനും പറ്റില്ല. നിന്റെ സ്നേഹം എനിക്ക് ധൈര്യം തരുന്നുണ്ട്. താങ്ക് യു. സീത, സ്നേഹം എന്ന് വെച്ചാൽ ഇതല്ലേ? വെറുതെ ആഘോഷത്തിലും സന്തോഷത്തിലും മാത്രം കൂടെ നിന്നാൽ മതിയോ? നിന്റെ വിഷമങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാവും. സാറേ, മാക്സിമം റിലാക്സ് ചെയ്യണം. വെറുതെ ടെൻഷനാകാൻ നിൽക്കരുത്. ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതി കൊടുത്തിട്ടുണ്ട്, സമയത്ത് കഴിക്കണം. ഡോക്ടർ, അദ്ദേഹത്തിന്റെ BP വളരെ ഹൈ ആയിരുന്നു. ഇങ്ങനെ തുടർന്നാൽ അത് ബുദ്ധിമുട്ടാകും. അദ്ദേഹത്തിന് ടെൻഷൻ വരുന്ന കാര്യങ്ങളൊന്നും പറയാതെ ശ്രദ്ധിക്കണം. ഓക്കെ ഡോക്ടർ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു അച്ഛന്. പെട്ടെന്ന് എന്താ ഇങ്ങനെ? ഓക്കെ, ഞാൻ എല്ലാ ദിവസവും വന്ന് അദ്ദേഹത്തെ ചെക്ക് ചെയ്തോളാം. ഈ മെഡിസിൻസ് എല്ലാം കൃത്യമായി കൊടുക്കണം. ഓക്കെ ഡോക്ടർ. എന്നാൽ ഞാൻ ഇറങ്ങാം. സത്യ, സത്യമായിട്ട് ഇവിടെ എന്ത് ഗെയിമാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? എന്താന്ന് വെച്ചാ, ബട്ട് ഓൾവേസ് നിന്റെ കെട്ടിയോളുടെ കളിക്ക് എന്റെ കെട്ടിയോള് ചരട് വലിച്ചോണ്ടിരിക്കുക. മേമ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഈസ് എവറിത്തിങ് ഓക്കെ? പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചത്? അത് പിന്നെ നിന്റെ കല്യാണക്കാര്യം പറഞ്ഞതാടാ. അച്ഛനെ സാധന ഇന്ദിരാണി എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ ഫോട്ടോ കാണിച്ചിരുന്നു. ആ കുട്ടി അച്ഛന്റെ ഫ്രണ്ടിന്റെ കൊച്ചുമോളാണത്രേ. അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞ് ഒരു കൊച്ചുണ്ടത്രേ. അത് കേട്ട ആ നിമിഷം തന്നെ നമ്മുടെ അച്ഛൻ വല്ലാതെ കുറെ അങ്ങ് ബഹളം വെക്കുമായിരുന്നു. മേമ, യു ആർ സംതിങ് അൺബിലീവബിൾ. സോറി അപ്പോ. ഇറ്റ്സ് ഓക്കെ മേമ. മുത്തച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഈസ് മച്ച് ബെറ്റർ. ഇപ്പൊ കിടക്കാണ്. രാമ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി നീ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നില്ല. നിനക്കിഷ്ടമുള്ളവരെ കെട്ടിയാൽ മതി കേട്ടോ. അച്ഛന് നിന്റെ സന്തോഷം ഏറ്റവും പ്രധാനം. നീ ഹാപ്പി ആണെങ്കിൽ പുള്ളി ഹാപ്പി ആയിക്കോളും കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, പ്ലീസ്. ചെറിയച്ച, അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം പ്ലീസ്. ഇപ്പൊ ഞാൻ മുത്തച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. സീത, വെള്ളം കുടിക്കേ.
സീത, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇഗ്നോർ ചെയ്യാൻ നിൽക്കേണ്ട. അതേ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ്, ഒന്ന് കാണിച്ചേക്കാം. ഡോണ്ട് വറി. ഫ്രണ്ട്, നീ സീതമ്മയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കോ? നിനക്ക് സീതമ്മ ഇഷ്ടല്ലേ? രാമനല്ലേ പറഞ്ഞേ? ഇനി ഒന്നും ആലോചിക്കണ്ട മോളെ, അവന് സീതയെ പോലൊരു പെണ്ണിനെ കിട്ടും. ഹായ് സിഹി, നീ നിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നോ? ഇന്ന് നീ കളിക്കാൻ വരുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാടാ, നീ പൊക്കോ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുക. എന്താ ആലോചിക്കുന്നേ? എന്റെ ഫ്രണ്ട് രാമനെ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? അവരോ, എനിക്ക് അവരെ പോലെ വലിയ കാറൊക്കെ വേണമെന്നാ. പിന്നെ അവരുടെ കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, സൂപ്പർ. അതിനെ കുറിച്ചല്ലടാ. പിന്നെന്താ? നിനക്ക് അശോകങ്ങളിനെ അറിയോ? അവനെ പോലെ എന്റെ ഫ്രണ്ട് നല്ല മരുമകനല്ലേ? അശോകങ്ങളിനെ നിനക്ക് മരുമകനാക്കണോ? അതെങ്ങനെയാ? ഡാ പൊട്ടാ, ഞാൻ എന്റെ ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുന്നേ. ഏയ് സിഹി, നിന്റെ ഫ്രണ്ട് വളരെ നല്ലവനാ. നിന്നെ സീതാന്റെയും അവന് വലിയ ഇഷ്ടാ. നീ വളരെ ലക്കിയാ. അവര് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്താ അങ്ങനെ ചോദിക്കുന്നേ? എന്താ നിന്റെ ഫ്രണ്ടിന്റെ കല്യാണം വല്ലതും നോക്കുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ചാ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ. കള്ളി, ഒന്നൂടെ പോയി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ ചോദിക്കുന്നേ? അതിനൊന്നും അല്ല, നീ പോയിക്കേ. മുത്തശ്ശ, ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ഇങ്ങനെ സ്ട്രെസ് അടിക്കാനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? രാമ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. മുത്തശ്ശ, ആദ്യം റെസ്റ്റ് എടുക്ക്, ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം. ഓക്കെ? അതല്ല രാമ, ഈ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ വരണം. നിനക്ക് ഏത് ഫസ്റ്റ് കല്യാണോ? അപ്പൊ നിന്നെ കല്യാണം കഴിക്കാൻ വേണം കുട്ടിക്ക് ആദ്യ കല്യാണം ആവണ്ടേ? അതെന്റെ ആഗ്രഹമാടാ. എന്നിട്ടിപ്പോ ഇവരൊക്കെ രണ്ടാമത്തെ കല്യാണം എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുള്ള പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് നിനക്ക് നല്ല ജോഡിയാന്ന് പറഞ്ഞ് എനിക്കത് സഹിക്കൂടാ. നിന്റെ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാ. അതെന്റെ സ്വപ്നാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീയേ അങ്ങനെ കണ്ണി കണ്ടവരെയൊന്നും കല്യാണം കഴിക്കില്ല, ഈ വാക്ക് തെറ്റിക്കില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്തതാ. എനിക്ക് വേറെ ഒന്നും വേണ്ട രാമ. ഞാൻ നിന്നോട് വേറെ ഒന്നും ചോദിക്കില്ല. ഐ ലവ് യു റാം. നിങ്ങൾക്കെല്ലാം അറിയാലോ, എനിക്ക് ചെറിയൊരു മകളുള്ളതാണ്. എന്റെ വീട്ടുകാരുടെ അടുത്ത് പോയി ഞാൻ നിന്നെയാണ് കെട്ടാമെന്ന് പറഞ്ഞോണ്ടല്ലോ, അപ്പൊ തന്നെ പിടിച്ച് കല്യാണം നിർത്തരും. മുത്തശ്ശി. എന്താ മോളെ, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? രാമ സീത എന്ന് പറഞ്ഞ ദൈവങ്ങളല്ലേ? അവരെ ആർക്കും വിട്ടുപിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല മോളെ, അവരെ ആർക്കും വേർപെടുത്താനാവില്ല. സിഹിമോളെ, അവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചേ ഉണ്ടാവൂ. നിനക്കറിയുന്നതല്ലേ? ഇവരെ കാണാൻ രാമനെ സീതയെ പോലെ തന്നെയുണ്ട് അല്ലേ മുത്തശ്ശി? മുത്തശ്ശ, റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി. ആദ്യം അശോകിന്റെ കല്യാണം കഴിയാനുണ്ട്, പ്രിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുണ്ട്. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്, ഓക്കെ? മുത്തശ്ശന്റെ കൊച്ചുമകൻ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അത് മുത്തശ്ശൻ എന്നും കണ്ടോണ്ടിരിക്കാം, ഓക്കെ? ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. മുത്തശ്ശൻ റെസ്റ്റ് എടുക്കുക. സീതയെ കുറിച്ച് മുത്തശ്ശനോട് എങ്ങനെ പറയാ? അതെല്ലാം കേട്ട് മുത്തശ്ശൻ ടെൻഷൻ അടിച്ചെന്തെങ്കിലും പറ്റിയ? നോ, ബട്ട് ഐ കാൻ ലീവ് വിതൗട്ട് സീത. ഗോഡ്, യു ഹാവ് ടു ഷോ മീ ദ വേ, പ്ലീസ്. രാമനും സീതയും ഭാര്യയും ഭർത്താവും
എനിക്ക് ഇവരുടെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമന് സീതയും കല്യാണം കഴിക്കും, എന്നിട്ട് അവര് ഫോറസ്റ്റിലേക്ക് പോകും, എന്നിട്ട് അവര് കുറെ കഷ്ടപ്പെടും, എന്നിട്ട് രാമൻ സീതയുടെ എല്ലാ പ്രശ്നവും മാറ്റും. ഇവരെപ്പോഴും ഒരുമിച്ച് നിൽക്കണോ? വിട്ട് വിട്ട് നിന്ന് എന്താ കുഴപ്പം? സീത ഇല്ലെങ്കിൽ രാമൻ രാമനെന്ന് തോന്നേയില്ല. രാമൻ ഇല്ലെങ്കിൽ സീത വളരെ സാഡാണല്ലോ. അപ്പൊ ഇവര് എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവണോ? സീതമ്മ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിക്കുന്നവര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടല്ല എന്ന്, എല്ലാം ഈസി ആയിരിക്കും എന്ന്. സീതമ്മയും എന്റെ ഫ്രണ്ടും ഒരുമിച്ച് നിന്നാ സീതമ്മയുടെ എല്ലാ ബുദ്ധിമുട്ടും മാറുമോ? ഈ രാമനും സീതയും പോലെ എന്റെ ഫ്രണ്ടും സീതമ്മയും ഹാപ്പി ആയിരിക്കോ? വാവ് മേമ, ഐ എം സോ ഇംപ്രസ്ഡ്. ഈ വീടിന്റെ അധികാരി സൂര്യപ്രകാശ് ദേശായിയെ കബളിപ്പിച്ചത്. ഇനി ആ സീത പെർമനന്റ് ആയിട്ട് റാമിന്റെ ലൈഫിൽ നിന്ന് എറേസ് ആയിക്കോളും. അത് കഴിഞ്ഞ പിന്നെ റാമിന് ഞാനല്ലാതെ വേറെ ഓപ്ഷനേ ഉണ്ടാവില്ല, ഞാനേ ഉണ്ടാവൂ. ആൻഡ് അശോകിന്റെ കല്യാണം ഇങ്ങ് അടുത്തെത്തിയല്ലോ. ഡോണ്ട് ഗെറ്റ് ടു എക്സൈറ്റഡ് ചാന്ദിനി. നീ ഈ വീട്ടിലെ മരുമകളാകോ ഇല്ലയോ എന്നത് just leave it to the destiny. Okay? What? Destiny? ഞാൻ കൂടെ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തോളാന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്നെ മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ഡെസ്റ്റിനി ആണെന്നൊക്കെ പറയുന്നത് എന്താ? എക്സാക്ട്ലി. എന്റെ ഹെൽപ്പില്ലാതെ നീ റാമിനെ കല്യാണം കഴിക്കുന്നത് പോയിട്ട് ഇവിടെ കാല് കുത്താൻ പോലും നിനക്ക് പറ്റില്ലായിരുന്നു. അതും പോരാഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു കർമ്മബന്ധമല്ലേ? നിന്റെ തലയിൽ എഴുതിയത് രാമനെ കല്യാണം കഴിക്കാനാണെങ്കിൽ അതെന്തായാലും നടക്കും. ഞാനും റാമുമായിട്ടുള്ള കല്യാണം നിങ്ങൾ തന്നെ നടത്തി തരണം മേമ. ഈ ധർമ്മവും കർമ്മമൊന്നും എനിക്കറിയില്ല, ഡെസ്റ്റിനിയിലൊന്നും എനിക്ക് വിശ്വാസവും ഇല്ല. ആ അശോകാണെങ്കിൽ എന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അവന്റെ കല്യാണത്തിന്റെ അന്ന് ഈ വീട്ടിലെ മരുമകള് ഞാനാണെന്ന് അനൗൺസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം എനിക്കെന്ത് പ്രയോജനം? എനിക്കതൊന്നും അറിയില്ല. അറ്റ് എനി കോസ്റ്റ് എനിക്ക് ഈ വീട്ടിലെ മരുമകളായേ പറ്റൂ. അത് നടന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പഴയതെല്ലാം അശോകിന്റെ കല്യാണത്തിന്റെ അന്ന് എല്ലാവരോടും പറയേണ്ടി വരും. നീ എന്തു പറയും? റാമിന്റെ പിറകെ നടക്കാൻ പറഞ്ഞത്, അവനെ പോയി പ്രേമിക്കാൻ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞ ശേഷം അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി അവനെ വിട്ട് പോവാൻ പറഞ്ഞത്, ഇതെല്ലാം എന്നെ കൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യിപ്പിച്ചെന്ന് എല്ലാവരോടും ഞാൻ പറയും. ഐ എം ഗോയിങ് ടു റിവീൽ എവറിത്തിങ്. ഇതൊന്നും സംഭവിക്കരുതെന്നുണ്ടെങ്കിൽ റാം കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെയാണെന്ന് അനൗൺസ് ചെയ്യണം. അത് നിങ്ങൾ തന്നെ ചെയ്യണം.
സ്റ്റുപ്പിഡ് ഗേൾ. എന്നെ അവള് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പോകുന്നേ. അയ്യ ചാന്ദിനി, ഞാനായിട്ട് അനൗൺസ് ചെയ്യണമല്ലേ? അഥവാ ചെയ്തില്ലെങ്കിൽ എല്ലാവരോടും സത്യം പറയും. എന്നാ പോയി പറ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. സീതയെ ടോർച്ചർ ചെയ്യുന്നവനെ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ ചെയ്യുക? മുത്തശ്ശന്റെ ഹെൽത്തും ശരിയല്ല. സീത എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. അവളുടെ കൂടെ ഞാൻ പോയേ പറ്റൂ. മേമയോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? മേമ, അപ്പോ ഐ എം റിയലി സോറി കണ്ണ. ഞാൻ ആ ഫോട്ടോസോ ജാതകമോ ഒന്നും അച്ഛൻ്റെ കൈ കൊടുക്കരുതായിരുന്നു. സാധനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ അത് കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. ഐ എം സോ സോറി അപ്പു. മേമ എന്തിനാ സോറി പറയുന്നത്? മുത്തച്ഛൻ ഇപ്പൊ സ്റ്റേബിൾ ആയല്ലോ. ഇറ്റ്സ് ഓക്കെ, നോക്കാൻ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ? ആക്ച്വലി മേമ, അത് മുത്തച്ഛനെ നോക്കാൻ മേമ ഉണ്ടാവില്ല ഇന്നിവിടെ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ. വേഗം വരാം ഞാൻ. അപ്പു, യു ആർ ഹൈഡിങ് സംതിങ് ഫ്രം മീ, റൈറ്റ്?